ഡിജിറ്റൽ തട്ടിപ്പ് തന്നെ പെട്ടെന്ന് കോടീശ്വരനാവാൻ നോക്കുക. ഓരോരുത്തരിങ്ങനെ ഇറങ്ങിക്കല്ലേ. പണത്തിന്റെ സാമ്പത്തിക പ്രശ്നമാണല്ലോ ഒക്കെ ചെറുപ്പക്കാർ പയ്യന്മാരല്ലേ ഇത് ചെയ്യുന്നത്. സാധാരണക്കാരാണ് ആ ചതിയിൽ വീഴുന്നതെല്ലാം. ഏരിയായിരുന്നു പ്രധാനമന്ത്രിൻ്റെ മുദ്രാ ലോണിലാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഉറപ്പായല്ലോ, കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വിളിക്കുമ്പോൾ എടുക്കുന്നുമില്ല, അങ്ങനെ പൈസ പോയി. ഡിജിറ്റൽ തട്ടിപ്പ്, സൈബർ തട്ടിപ്പുകൾ, ലോൺ എടുക്കുന്നു, ഈ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടൊക്കെ അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈയിടെയായിട്ട് നടക്കുന്നുണ്ടല്ലോ. എന്തായിരിക്കും അതിൻ്റെ പുറകിൽ അങ്ങനെ കൂടുതൽ ആളുകൾ പെടാനൊരു കാരണം നിങ്ങൾ കരുതുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അവർ ഓഫറുകൾ കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒന്നും വേണ്ട, നമ്മളെ ID പ്രൂഫും അതും മാത്രം മതി. അത് അപ്ലോഡ് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ലോൺ കിട്ടുന്നു. സ്വാഭാവികമായിട്ടും ലോണ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ ട്രാപ്പ് ചെയ്യുന്നൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പൈസ മുഴുവനായിട്ട് അടച്ച് 10,000 രൂപ ഒക്കെ ചെറിയ ചെറിയ സംഖ്യകളാണ് ഇവർ കൊടുക്കുന്നത്. അതിന് ഭീമമായ പലിശയാണ്. പിന്നെ ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഭയങ്കരമായിട്ട് മെൻ്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് രീതിയിലുള്ള സ്ട്രെസ്സ് കൊടുത്തിട്ട് ഇവരുടെ അടുത്ത് നിന്ന് കൂടുതലായിട്ടും പൈസ വാങ്ങിയെടുക്കാനുള്ള ആ ഒരു രീതിയിലേക്കാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തട്ടിപ്പന്നെ എന്ന് വെച്ചാൽ പിന്നെ അതിനായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ നമ്മളമാർക്ക് സാധാരണക്കാർക്ക് അത് അറിയില്ല. കാരണം എന്താ വെച്ചാൽ സാധാരണക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിനെ പറ്റിയിട്ട് നെറ്റ് യുഗം ഒന്നും അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഇത് എല്ലാം പഠിച്ച ആൾക്കാരുണ്ടാവും, അവർ ഇതേമാതിരിക്ക് ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത മെയിൻ. സാധാരണക്കാരാണ് ആ ചതിയിൽ വീഴുന്നതെല്ലാം. ഏരിയ ആയിരുന്നു, ഒരു ഏരിയ ആയിരുന്നു. ഒരു മുദ്രാ ലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, ഓൺലൈനായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ ഫസ്റ്റ് 650 രൂപ ഇവരോട് ഇടാൻ പറഞ്ഞു. അതിട്ട് കൊടുത്തു. അതിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും എന്ന് പറഞ്ഞു. അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേക്ക് വിളിച്ചപ്പം പറഞ്ഞു അത് പോരാ, ഇനി ഒരു 2,500 കൂടി ഇടണം എന്ന് പറഞ്ഞു. ഫീസ് ഉണ്ട് 2,500 പറഞ്ഞു. ഞാൻ അതും ഇട്ട് കൊടുത്തു. ഒരു 10 മിനിറ്റ് റെഡിയാവുമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ എൻ്റെ ഒപ്പും ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇടാൻ പറഞ്ഞു. അതും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വിളിക്കുമ്പോൾ എടുക്കുന്നുമില്ല, ഒന്നുമില്ല, ഇതായി. അങ്ങനെ പൈസ പോയി. പരാതി കൊടുത്തോ? പരാതി കൊടുത്തില്ല, ഇതിൽ പറഞ്ഞില്ല. പിന്നെ ഇതായി ഏതായാലും പോയാലോ വെച്ചിട്ടേ കിട്ടുന്നു വിശ്വസിച്ചിട്ടാ. അതെ, കിട്ടുന്ന വെച്ചാൽ വിസ്താരമാണ് കൊടുത്തത്. അത് പോവുകയും ചെയ്തു. അപ്പോൾ ഇതായി കിട്ടുന്നു വിചാരിച്ചു. അതും പിന്നെ പ്രധാനമന്ത്രിൻ്റെ മുദ്രാ ലോണിലാണ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഉറപ്പായല്ലോ, കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു. ഫോണിൽ വിളിച്ച് പറഞ്ഞു മുദ്രാ ലോണിലാണ്. എന്തെങ്കിലും സാധനങ്ങൾ ഡോക്യുമെൻ്റൊക്കെ അയച്ചു തന്നിരുന്നോ? അയച്ചു തന്നിരുന്നു. ആ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ കാണുന്നത് അയച്ചു തന്നിരുന്നു. എല്ലാം റെഡിയായി കൊടുക്കുകയാണ്, ഇപ്പോൾ റെഡിയാന്ന് പറഞ്ഞിട്ട്. അതെ അതെ, ഓരോരുത്തരിങ്ങനെ ഇറങ്ങിക്കല്ലേ പൈസ തട്ടിപ്പാനായിട്ട്. തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ സ്വാഭാവികമായിട്ട് നാടിൻ്റെ തകർച്ച കൊണ്ട് പണത്തിൻ്റെ സാമ്പത്തിക പ്രശ്നമാണല്ലോ ഒക്കെ ചെറുപ്പക്കാർ പയ്യന്മാരല്ലേ ഇത് ചെയ്യുന്നത് മിക്കവാറും. അപ്പോൾ ദൂർത്തടി, ചിലവ് കൂടുതൽ. അപ്പോൾ അതിന് പണം കണ്ടെത്തുക, മറ്റുള്ള തൊഴിലുകളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അതിനുള്ള പൈസ കണ്ടെത്തുക, അതന്നെയാണ് ചുരുക്കം. വേറെ ഒന്നുമല്ല. പെട്ടെന്ന് കോടീശ്വരനാവാൻ നോക്കുക.